CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ്. മദ്യപിക്കരുത് എന്നാണ് CPM പാർട്ടിയുടെ നിലപാടെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ പുറത്താക്കുമെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും ഉറപ്പിച്ചു പറഞ്ഞു ഇന്നലെ പാർട്ടി സെക്രട്ടറി. മദ്യപിക്കാം, പക്ഷേ റോഡിലിറങ്ങി ബഹളം ഉണ്ടാക്കരുതെന്നാണ് CPI നിലപാടെന്ന ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഈ രണ്ട് നിലപാടുകളിൽ ഏതാണ് പ്രായോഗികം? നമുക്ക് ആദ്യം MV ഗോവിന്ദന്റെ പ്രതികരണം കേൾക്കാം. മദ്യപിക്കൂല, സിഗരറ്റ് വലിക്കില്ല, അങ്ങനെ വലിക്കാൻ പാടില്ല എന്ന ദാർശനികമായ ധാരണയിൽ നിന്ന് വന്നവരാ ഞങ്ങളെല്ലാം. ബാലസംഘത്തിലും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും വരുമ്പോൾ ആദ്യത്തെ പ്രതിജ്ഞ വ്യക്തി ജീവിതത്തിൽ ഇമാതിരിയുള്ള മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കി കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ തുടർന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെയും അതിന്റെ തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ചേർത്തുകൊണ്ടാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അല്ലാണ്ടല്ല. അഭിമാനത്തോട് തന്നെ പറയാം. ആ ഷാപ്പ് കണ്ട് ഈ ഷാപ്പ് കണ്ട് പറയാനില്ലല്ലോ ഒരാൾ ഉണ്ടോ? ലോകത്തോടാണ് ഞാൻ ഈ പറയുന്നത്. മദ്യപാനത്തെ അതിശക്തിയായിട്ട് എതിർക്കുക, സംഘടനാപരമായ പ്രശ്നമാക്കിയിട്ട് നടപടിയെടുത്ത് പുറത്താക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ തിരുത്തിക്കുക. ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കും. കോൺഗ്രസ് പ്രതിനിധി ദീപ്തി മേരി വർഗീസും ഇടത് സഹയാത്രികനായ ഡോക്ടർ B ജയരാജുമാണ് നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത്. രണ്ടുപേർക്കും സ്വാഗതം. ഡോക്ടർ B ജയരാജ്, ശ്രീ MV ഗോവിന്ദന്റെ പ്രതികരണം താങ്കൾ കേട്ട് കാണും. എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാനത്തുടനീളം ഇപ്പോൾ ബ്രൂവറി അടക്കം തുടങ്ങാൻ പോവുകയാണ്, മദ്യനയത്തിൽ മാറ്റമൊക്കെ വരുത്തും. ഇത് കോൺഗ്രസുകാർക്കും BJP-ക്കാർക്കും വേണ്ടിയാണ് തുറക്കുന്നത്? അങ്ങനെയല്ല MV ഗോവിന്ദ മാഷ് ഉദ്ദേശിച്ചത്. വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടി നടത്തിയ ഒരു പ്രതികരണമാണത്. ആദ്യകാലത്ത് എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 10-20 വർഷം മുമ്പ് വരെ CPM-ൽ പ്രവർത്തിക്കുന്ന ഒരു കേഡർ പാർട്ടിയായ CPM-ൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾ ആരെങ്കിലും മദ്യപിക്കുകയോ പരസ്യമായി പുകവലിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ അവരെയൊക്കെ നടപടി എടുത്തിരുന്നു. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ CPM-കാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും BJP-കാരാണെങ്കിലും പൊതുസമൂഹത്തിന്റെ ഭാഗമാണ്. അവർ ഇടപഴകുന്നത് ഇത്തരം ആളുകളുമായിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരിലും അന്യവർഗ ചിന്താഗതികളൊക്കെ കടന്നുകൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മദ്യപിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരൊക്കെ ഉണ്ടാവാം. അതിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക, അല്ലെങ്കിൽ ഒരു CPM-ൽ നിന്ന് തുടച്ചു നീക്കുക എന്ന് പറഞ്ഞത് ശുഭതർക്കമായ കാര്യമാണ്. പക്ഷെ അത് എത്രമാത്രം പോസിബിൾ ആണെന്നുള്ളതാണ് ഇതിനകത്തുള്ള വസ്തുത. കാര്യം കൂടുതലും ആളുകൾ അതിലേക്കൊക്കെ ആകൃഷ്ടരായി. ഈവൻ ചില മതങ്ങളിൽ അത് തീർച്ചയായിട്ടും നിഷിദ്ധമാണെന്ന് പറയുന്നുണ്ട്. അത്തരം ആളുകളെ മഹല്ല് കമ്മിറ്റികളിലൊന്നും അടുപ്പിക്കാറില്ല. പക്ഷെ എന്നാൽ തന്നെയും വളരെ വ്യാപകമായ രീതിയിൽ നമ്മൾ സമൂഹത്തിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ മദ്യപിക്കുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നമ്പേഴ്സ് വളരെ കൂടുതലാണ്. ക്രിസ്ത്യാനിറ്റിയിലും ഹിന്ദുയിസത്തിലും അതല്ല വിഷയം. എന്ന് പറഞ്ഞതുപോലെ ഈ സതുദ്ദേശത്തോട് നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് എത്രമാത്രം പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റി. ബിനോയ് വിഷയം പറഞ്ഞതുപോലെ മദ്യപിക്കാം, പക്ഷേ വീട്ടിലിരുന്നാകണം. പണക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി കള്ളു കുടിക്കരുത്, റോഡിലിറങ്ങി ബഹളം ഉണ്ടാക്കരുത്, പാർട്ടിക്ക് അപമതിപ്പ് ഉണ്ടാകരുത്. അങ്ങനെ കുറച്ചുകൂടി പ്രായോഗികമായ നിലപാട് പറഞ്ഞുകൂടായിരുന്നോ? പ്രായോഗികമായ മദ്യപാനം മലയാളിയെ പഠിപ്പിക്കുക എന്നുള്ളത് വലിയ പാടുപെട്ട കാര്യമാണ്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെ കളരിക്ക് പുറത്ത്. ഈ രണ്ട് ഓപ്ഷനെ മലയാളിയുടെ മദ്യപാനമായിട്ട് കുറെ നാളായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള രീതിയിലും എനിക്ക് പറയാനായിട്ട് കഴിയും. കാര്യം മലയാളികൾ മദ്യപിക്കുന്നത് വിദേശികൾ മദ്യപിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവർ മദ്യപിക്കുന്ന ഒരു കുപ്പി കിട്ടിയാൽ ഒരു കുപ്പി മുഴുവൻ കുടിച്ചു തീർക്കുന്നതും ബോധം അറിയുന്നത് വരെ കുടിക്കുന്നതുമാണ് മലയാളിയുടെ മദ്യപാന ശീലം പൊതുവെ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അപ്പർ ക്ലാസ്, ഒരു എറിഡിറ്റ് ഫ്യൂവിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സും ആയിട്ടുള്ള ആളുകൾ മദ്യപിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇത്രയധികം മദ്യം എങ്ങനെ ഇവർ കുടിക്കുന്നതെന്ന് അന്തപ്പെട്ടു പോകും. അതുപോലെ തന്നെ ഇവരുടെ മദ്യപ സദസ്സുകളിൽ മദ്യപിക്കാത്ത ആളുകളെ അവർ എന്റർടൈൻ ചെയ്യത്തില്ല. ഇതിനൊക്കെ ഇവിടെ എന്താണ് കാര്യം എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു വിഷയമുണ്ട്. മലയാളിയുടെ മദ്യപാന ശീലത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ അമിതമായ മദ്യപാനം, അത് മൂലമുണ്ടാകുന്ന മറ്റ് ഉദര സംബന്ധമായ രോഗങ്ങൾ, മറ്റ് സാമ്പത്തിക പരാധീനതകൾ, ഇപ്പോൾ പിന്നെ ആ ഒരു മദ്യപിക്കുന്ന ഒരു തലമുറയിൽ നിന്ന് മാറി മയക്കുമരുന്നിലേക്ക് ജെൻസി, ജൻ ആൽഫ എന്നൊക്കെ പറയുന്നത് ആ ഒരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഭീതിതമായൊരു സിറ്റുവേഷനാണ്. അത് കേരളത്തിലെ മാത്രം പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം 24 മണിക്കൂർ ചാനലുള്ളത് കാരണം കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും നടക്കുന്ന എല്ലാ വിവരങ്ങളും മലയാളിയുടെ വിരൽത്തുമ്പിൽ അറിയാവുന്നത് കൊണ്ട് നമുക്കതൊരു ഭീതിജനകമായ വാർത്തയായിട്ട് തോന്നുന്നെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളും നമ്മൾ കമ്പയർ ചെയ്യാതെ പറയാൻ പറ്റില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതലായിട്ടാണ് ഇത്തരത്തിലുള്ള ഇതിന്റെ സ്രോതസ്. അതായത് കൂടുതൽ ഇത് വരുന്നത് മറ്റ് കപ്പൽ വഴിയാണ്, കടൽ മാർഗമാണ്. അതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിന് സർക്കാർ സംവിധാനത്തിന്
പരിമിതികളുണ്ട്. എന്നാലും ശരി ശ്രീ എല്ലാവരും കൂടെ വിനീത്, അത് തീർച്ചയായും അതൊരു വിശാലമായ വിഷയമാണ്. അതിലേക്ക് ഞാൻ വരാം നമ്മുടെ ഒരു ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഒരുപക്ഷെ താങ്കൾക്കും അറിയുന്നുണ്ടാകും, ഈ ഓണം കഴിഞ്ഞാൽ, ക്രിസ്മസ് കഴിഞ്ഞാൽ, പുതുവത്സരം കഴിഞ്ഞാലൊക്കെ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞാൽ ഒരു കണക്ക് വരും, കേരളം കുടിച്ചു തീർത്ത കോടികളുടെ കണക്ക്. ആ കണക്കിൽ സഖാക്കൾ ആരുമില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്. ദീപ്തി അത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ആര്യ, ഞാൻ കരുതിയത് കേരളത്തിൽ ഇന്ന് നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന, നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്ത ലഹരി എന്നുള്ള വിഷയമാണ് എന്നാണ് കരുതിയത്. എന്തായാലും അത് ഗോവിന്ദൻ മാഷ് പറഞ്ഞ മദ്യപാനമായി അതിനെ ചുരുക്കിയത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഗോവിന്ദൻ മാഷ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, കേരളത്തിൽ ഇന്ന് സ്വയബോധമുള്ള, കോമൺ സെൻസ് ഉള്ള ഒരാളും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ഇവരുടെയൊക്കെ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയേക്കാൾ കൂടുതലാണ്. മദ്യപിക്കാതെയാണ് ഇവിടെ CPM-കാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടി പോലും കേരളത്തിൽ വിശ്വസിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വാർത്ത വായിച്ചുകൊണ്ട് വരികയായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു SFIയുടെ നേതാവ്, നമ്മൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ, SFIയുടെ നേതാവ് ലഹരി വിമുക്ത ക്ലാസ്സിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയി തിരിച്ചു വന്നിട്ട് മദ്യപിച്ച് റോഡിൽ നിന്ന് നൃത്തം ചവിട്ടിയ ഒരു വാർത്ത നമ്മൾ കണ്ടതാണ്. അതുപോലെ എത്രയോ വാർത്തകളാണ് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. SFIക്കാർ കൃത്യമായി, SFI മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായി മദ്യപിക്കുകയും മയക്കുമരുന്ന് ട്രേഡ് നടത്തുക, മയക്കുമരുന്ന് ലോബികളുമായി ബന്ധമുണ്ട് എന്ന് നമ്മൾ ആരോപിക്കുകയല്ലോ. എത്രയോ കേസുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ ശ്രീ ബിനീഷ് കൊടിയേരിയുടെ കേസ് എന്തായിരുന്നു? എന്തുകൊണ്ടാണ് കർണാടകയിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നത്? അപ്പോൾ ഇവരുടെ നേതൃത്വം മുതൽ ഇങ്ങോട്ട് മയക്കുമരുന്ന് മാഫിയയുമായി, റാക്കറ്റുമായി ബന്ധമുണ്ട്. ഇപ്പോൾ ബ്രൂവറി കേസ്, നമ്മൾ ബ്രൂവറിയുടെ ഡിസ്റ്റിലറിയുടെയും കേസുകൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ അനുവാദം കൊടുക്കുകയും അതിനൊക്കെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ഇത്തരത്തിൽ പറയുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല, താങ്കൾ പറഞ്ഞതുപോലെ ഇത് മദ്യപാനം മാത്രമുള്ള ഒരു ചർച്ചയാണ്, മദ്യപാനം മാത്രമാണ് കേരളത്തിന്റെ പ്രശ്നം എന്ന് അതിനെ ചെറുതായി കാണുകയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയില്ല, ഞാൻ ഇതിന് തുടങ്ങിയെന്നേ ഉള്ളൂ. അല്ല, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടല്ല, നമ്മളിപ്പം നിയമസഭയിൽ തന്നെ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അടിയന്തര പ്രമേയമാണ് കൊണ്ടുവരുന്നത്. PC വിശ്വനാഥ് ഒരു തവണ കൊണ്ടുവന്നു, പിന്നീട് റോജി കൊണ്ടുവന്നു, ഇപ്പോൾ വീണ്ടും ഇത് ചർച്ചാ വിഷയമാകുന്നു. ഈ സമയത്തൊക്കെ, നിയമസഭയിൽ നമ്മളിത് ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെ അതിന് ബോധവൽക്കരണം നടത്താമെന്നും പുതിയ സംവിധാനങ്ങളും പദ്ധതികളും കൊണ്ടുവരാമെന്നും ഒക്കെ പറയുന്നതല്ലാതെ, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുകയും സാരോപദേശം കൊടുക്കുകയും ഇതൊക്കെ ചെയ്യുന്നതല്ലാതെ ഒരു കൃത്യമായ മറുപടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ പദ്ധതി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള ഗൗരവമായ ഒരു കാര്യമാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കുന്നു, കുഞ്ഞുങ്ങൾ തമ്മിൽ തല്ലുന്നു, കുട്ടികൾ പരസ്പരം നിസാര കാര്യത്തിന് പരസ്പരം കൊല്ലുന്നു. അത്തരം കേസുകൾ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ലഹരിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിനെന്താണ് പ്രതിവിധി എന്നുള്ളത് അടിയന്തര പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ട, വെറുതെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലല്ലോ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ വിശാലമായ ചർച്ച നടത്താം, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാമെന്നാണ് ഗവൺമെൻറ് ഇന്നലെയും പറയുന്നത് എന്താണ്, പുതുതായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് കൂടി ആലോചിക്കാം എന്നുള്ളതാണ് പറയുന്നത്. നിലവിലുള്ള സംവിധാനം, നിലവിലുള്ള വിമുക്തി പോലെയുള്ള സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, ഇതൊന്നും എൻഫോഴ്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള പ്രാഥമികമായ ഒരു വിഷയം ഈ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യണ്ടേ? വിമുക്തി പോലെയുള്ള സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ, നമ്മൾ ഈ പറയുന്നത് പോലെ ബോധവൽക്കരണം കൊണ്ടോ അല്ലെങ്കിൽ സ്കൂളുകളിൽ പോയി ക്ലാസ്സുകൾ നടത്തിയതുകൊണ്ടോ ഒക്കെ ഒരു പരിധി വരെ മാത്രമേ നമുക്കിതിനൊക്കെ ഒരു പരിഹാരമെന്ന് പറയാൻ കഴിയുള്ളൂ. വളരെ കൃത്യമായ രീതിയിലുള്ള ലോ ആൻഡ് ഓർഡർ ഇത് പിടിക്കപ്പെടാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് പുറത്തു വന്നല്ലോ, 25,000-ത്തിലധികം കേസുകൾ ഉണ്ട് എന്ന് ബഹുമാന്യനായ മന്ത്രി തന്നെ പറയുന്നു. ആ കേസുകളിൽ ഏതാണ്ട് 22,000-ത്തോളം കേസുകൾ വരുന്നത് വളരെ ചെറിയ
ക്വാണ്ടിറ്റി ഓഫ് ഡ്രഗ്സ് പിടിച്ചതിൻ്റെയാണ്. വളരെ തുച്ഛമായ ക്വാണ്ടിറ്റി ഓഫ് ഡ്രഗ്സ് പിടിച്ചതിൻ്റെ 5 ഗ്രാമും 2 ഗ്രാമും പിടിച്ചതിൻ്റെ കേസുകളാണ് പിടിക്കപ്പെടുന്നത്. ഇതിൻ്റെ മൂലകാരണം, ഇതിൻ്റെ ആരാണിത് കൊണ്ടുവരുന്നത്? ഇപ്പോൾ ഇവിടെ കപ്പലിൽ വരുന്നതും ഫ്ലൈറ്റിൽ വരുന്നതൊന്നും പിടിക്കാൻ പ്രയാസമാണ് എന്നുള്ള നിലയ്ക്ക് ജയരാജ് പറഞ്ഞു. ഒന്നും ഒരു പ്രയാസമല്ല. ഇത് നമ്മൾ ഇത് കാണുന്നതിൻ്റെ, ഇത് വളരെ നിസ്സാരമായി കാണുന്നത് കൊണ്ടാണ്. ഈ എങ്ങനെ, ആരാണ് ഇതിൻ്റെ വിപണനവുമായി ഈ കൊച്ചു കേരളത്തിലേക്ക് വരുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുട്ടികളെ ആരാണ് നമ്മൾ എത്തേണ്ടത്? എങ്ങനെയാണ് ലഹരിയുടെ ഒരു ഹബ്ബായി കേരളം മാറുന്നത് എന്നുള്ളത് തീർച്ചയായും കണ്ടെത്തേണ്ട വിഷയമാണ്. ഞാൻ ദീപ്തിയിലേക്ക് തിരികെ വരാം. ഡോക്ടർ ബി ജയരാജ്, ഇന്നലെ VT ബൽറാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് വലിയ രീതിയിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാകുന്നുണ്ട്. അതിലൊരു ചെറിയ പ്രസക്ത ഭാഗം ഞാൻ ഒന്ന് വായിക്കാം. ഭരണപക്ഷ MLA-മാരിൽ ആർക്കെങ്കിലും ബാർ ഹോട്ടലുകൾ ഉണ്ടോ എന്നും മദ്യവ്യവസായവുമായി ബന്ധമുണ്ടോ എന്നും ഇന്ന് ഡോക്ടർ KT ജലീൽ വെല്ലുവിളിക്കുന്നതായി കേട്ടു. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, ചവറ എന്നിവിടങ്ങളിലായി വിജയ കാസിൽ, വിജയ പാലസ്, വിജയ ഹോട്ടൽ എന്നിങ്ങനെ 3 ബാർ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കുന്നു. അതെല്ലാം ഏത് കുടുംബത്തിൻ്റെതാണ് എന്ന് KT ജലീൽ തന്നെ അന്വേഷിക്കട്ടെ എന്ന്. എന്നിട്ട് ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ചവറ MLA-യുടെ ഫോട്ടോയാണ്. അപ്പം നിങ്ങൾക്ക് വിതരണമാകാം, നിങ്ങൾക്ക് പുതിയ ബ്രൂവറികൾ തുടങ്ങാം, പക്ഷേ കുടിക്കരുത് എന്നാണോ പറയുന്നത്? വിശാലമായ ഇടതുപക്ഷ ഐക്യത്തിന്റെ ഭാഗമായിട്ട് വന്ന RSPയുടെ ഒരു കഷ്ണത്തിലുള്ള ഡോക്ടർ സുജിത് വിജയപിള്ളയുടെ കാര്യമായിട്ട് പറയുന്നെങ്കിൽ, സുജിത് വിജയപിള്ളയുടെ അച്ഛനും അദ്ദേഹത്തിന്റെ അച്ഛനും ഒക്കെ ഈ മദ്യ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. അവരുടെ 3 ബാറുകളുണ്ടെന്ന് പറയാതെ ബാറുകളുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. CPM-ന്റെയോ CPI-യുടെയോ ഏതെങ്കിലും മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ ആർക്കും ഈ വ്യവസായത്തിൽ ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടോ യാതൊരു പങ്കുമില്ല എന്നുള്ളത് കേരളത്തിൽ വസ്തുത. അതുപോലെയാണോ കോൺഗ്രസിന്റെ കാര്യം? അടൂർ പ്രകാശ് ഇപ്പൊ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു MLA ആണ്. അദ്ദേഹത്തിന്റെ പേരിൽ എത്ര ബാറുകളുണ്ട്? അങ്ങനെ ഒട്ടനവധി പേര്, ബാർ ഉടമകള്, ഇത്തരത്തിൽ പണം ഉണ്ടാക്കുന്നവരൊക്കെ ധാരാളമായിട്ട് കോൺഗ്രസിനകത്തുണ്ട്. പറഞ്ഞൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കൊല്ലത്തൊരു ചൊല്ലുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ ഈ കിണറ്റില് തൊട്ടിയും കയറ്, ഗ്രാമപ്രദേശമായത് കാരണം തൊട്ടിയും കയറൊക്കെ ഉപയോഗിച്ച് ഇപ്പോഴും വെള്ളം കോരുന്ന ആളുകളാണ്. ആ തൊട്ടി പൊട്ടി കിണറ്റി വിട്ടാലും അതിന് ഉത്തരവാദി പിണറായി വിജയനാണെന്ന് പറയുന്ന ഒരു മനോഭാവമാണ് ദീപ്തി മേരി വർഗീസ് ഇവിടെ അവതരിപ്പിച്ചത്. ദീപ്തി മേരി വർഗീസ് കണ്ടിട്ടില്ല അരുവിക്കരയിലെ KSUവിന്റെ സംസ്ഥാന ക്യാമ്പിന് മദ്യപിച്ച് തമ്മിലടിച്ചതും തലയടിച്ച് തകർത്തതും. എന്തൊരടിയായിരുന്നു അരുവിക്കരയിലെ ക്യാമ്പിൽ നടന്നത്. അതുപോലെ തന്നെ അത് KSU സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളതാണ്. അതുപോലെ തന്നെ എത്ര ഡ്രഗ് കേസുകളിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതികളാവുന്നുണ്ട്, മുസ്ലിം ലീഗുകാർ പ്രതികളാവുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ കണക്കെടുക്കൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ പാർട്ടികളിലും ഞാൻ പറയുന്നില്ല, ഈ പറഞ്ഞത് കണക്കുപോലെ ധാരാളമായിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർ ധാരാളം ഇത്തരം കേസുകളിൽ പ്രതികളാകാറുണ്ട്. ആ പ്രതികളെല്ലാം അതൊന്നും പത്രങ്ങളിൽ അധികം വലിയ വാർത്തയാവുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അത് കൃത്യമായിട്ട് സെലക്റ്റീവ് എഡിറ്റിംഗ് മൂലം അതൊക്കെ രേഖപ്പെടുത്തുകയും ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിന്റെ അടുത്തുനിന്ന് എവിടെയെന്നെങ്കിലും ഒരു കുപ്പി മദ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിന്റെ അടുത്ത പറമ്പിന്റെ അപ്പുറത്തെ സ്ഥലത്ത് നിന്ന് പിടിച്ചു എന്നുള്ള വാർത്തയാക്കുന്ന ഒരു വാർത്താ പ്രവർത്തനം നമ്മൾ കുറെ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തിൽ എന്ത് ഇഷ്യൂ ഉണ്ടായാലും അതിന്റെ കുന്തമനം മുഴുവൻ കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ തിരിച്ചുവിടുക എന്നുള്ളത് അവർ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യമാണ്. കാര്യം 3ാമത്തെ തവണ അധികാരത്തിൽ എത്തില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട്. ഇനി കനകോലുമല്ല, അതിന്റെ അച്ഛൻ മുത്തുപൊട്ടൽ വന്നിട്ട് ഇവിടെ എന്ത് അനാലിസിസ് നടത്തിയാലും എത്ര നേതാക്കന്മാരെ മാറ്റിയാലും ജനങ്ങൾ കാണുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ജനങ്ങൾ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ തിരിച്ചടിക്കുക തന്നെ തെയ്യുമെന്നാണ് എനിക്ക് ദീപ്തി മേരി വർഗീസിന് മറുപടി എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കപ്പൽ വഴി വരുന്നതും കടൽ വഴി വരുന്നതും പിന്നെ ആകാശം വഴി വരുന്നതും ഉള്ള ലഹരിക്കടത്തുകളെ നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ, സംസ്ഥാന ഗവൺമെന്റിന് നിയന്ത്രിക്കാൻ പരിമിതികളുണ്ട്. കോസ്റ്റ് ഗാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും വളരെ പരിമിതികൾ ഉണ്ട് അത്തരം കാര്യങ്ങളിൽ. അപ്പോൾ ഇത് വരുന്നതിനെ നമുക്ക് ഇതിന്റെ ഉറവിടം തടയുന്നതിനേക്കാൾ ഉൾപ്പെടെ അതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ഉപയോഗിക്കാതിരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുക. വിമുക്തി പോലുള്ള സ്ഥലങ്ങളിൽ ധാരാളം ആളുകളെ നമ്മൾ ലഹരി വിമോചനം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ലഹരി വിമോചനമായിട്ട് ബന്ധപ്പെട്ട് കുറെ വർഷങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ റിലാപ്സ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇത്തരം ലഹരികൾ ഉപയോഗിക്കുന്നവരെ അവരതിന്റെ സോഴ്സ്, അവരെ ഇനി തല്ലിക്കൊന്നാലും അവരതിന്റെ സോഴ്സ് വെളിവാക്കില്ല. അതങ്ങനെയാണ്. പിന്നീട് ഇവൻ തിരിച്ചിറങ്ങി കഴിഞ്ഞാലും ഇവന് എവിടെയൊക്കെ ഈ സ്ഥാനം കിട്ടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയുകയും ആ സ്ഥലങ്ങളിലെല്ലാം പോയി ഇത് പ്രൊക്യൂർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. മയക്കുമരുന്നിന്റെ ഒരു വ്യാപ്തി, അതിന്റെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട്
ഫിസിയോളജിക്കൽ ഇമ്പാക്ടിനേക്കാൾ കൂടുതൽ സൈക്കോളജിക്കൽ ഇമ്പാക്ട് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്താണ്. അതുകൊണ്ടാണ് അവൻ എന്തൊക്കെ ചെയ്താലും അതിന്റെ സോഴ്സ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമുക്ക് ഇതിന്റെ ഒരു റൂട്ട് കോസിനെ കണ്ടെത്തണം. തീർച്ചയായും എങ്ങനെയാണ് ഈ ലഹരി നമ്മുടെ കലാലയങ്ങളിലേക്ക്, നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളിലേക്ക് ഒക്കെ എത്തുന്നതെന്ന് കണ്ടെത്തണം. എങ്ങനെയാണ് കേരളം, നമ്മുടെ നാട് ഇത്രയും പെട്ടെന്ന് ഒരു ലഹരിയുടെ ഒരു വലിയൊരു വിപണന കേന്ദ്രമായി മാറിയതെന്ന്. ഇപ്പം നേരത്തെ വിമുക്തി കേന്ദ്രത്തിന്റെ കാര്യം പറഞ്ഞു. ഇന്നലെ ഞാൻ വാർത്ത വായിക്കുമ്പോൾ വന്നൊരു വാർത്തയാണ്, അനിയനെ ജ്യേഷ്ഠൻ വിമുക്തി ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി വിമുക്തി കേന്ദ്രത്തിൽ കൊണ്ടുചെന്നാക്കി. അതിന്റെ പക വീട്ടാൻ വേണ്ടി അവിടെ അമ്പലത്തിലെ വാളെടുത്ത് വന്നാണ് വെട്ടിയത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ഇപ്പം നിയമസഭയിൽ ചർച്ച നടക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ ചർച്ചയ്ക്കപ്പുറം പ്രായോഗികമായി എന്ത് ചെയ്യാൻ കഴിയും? കാരണം നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ നമുക്ക് ഭയമായി തുടങ്ങിയിരിക്കുന്നു. സ്കൂൾ ബസ്സിലാണെങ്കിലും ശരി, ഇനി സ്കൂളിലാണെങ്കിലും ശരി, ഇനി എന്തെങ്കിലും അവിടെ നടക്കുന്ന ഒരു ആഘോഷമാണെങ്കിലും ശരി, എവിടെ എപ്പോൾ എങ്ങനെ നമ്മുടെ മക്കളുടെ കൈകളിലേക്ക് ഈ ലഹരി എത്തുമെന്നുള്ള ഭയത്തിലാണ് രക്ഷിതാക്കൾ. ശരിയാണ് ആര്യ, ഞാനും അത് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ നിയമസഭയിൽ നടത്തുന്ന ചർച്ചയുടെ അവസാനം എന്താണ്? ചർച്ച ചെയ്യുന്നു, പ്രതിപക്ഷം കൂടെ നിൽക്കാമെന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞു, ഈ ഒരു വിഷയത്തിൽ, ഇപ്പോൾ ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞതുപോലെയല്ല, ഈ വിഷയത്തിൽ ഇത് കേരളത്തിൻ്റെ പ്രശ്നമാണ്, ഇത് നമ്മുടെ കുട്ടികളുടെ പ്രശ്നമാണ്, ഈ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞു പ്രതിപക്ഷം. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. തൊട്ടി കണറ്റി പോയതിന് പിണറായി വിജയനെ പറയുന്ന കേസല്ല ഇത്. ഇത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കേസാണ് മിസ്റ്റർ ജയരാജ്. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഗവൺമെൻറ് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. ഇപ്പോൾ വെഞ്ഞാറമൂട് നടന്ന ആ സംഭവത്തിൽ ആ പ്രതിയുടെ ഇതുവരെ ഡിറ്റക്ഷൻ കിറ്റില്ലാത്തതിനാലോ എന്താണെന്നറിയില്ല, ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് എന്ന് പറയുന്നത് വളരെ വില കൂടിയതാണ്. അത് ഇവിടെ നമുക്ക് അവൈലബിൾ അല്ല, സഫീഷ്യൻ്റ് ആയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് ഇതുവരെ ആ ടെസ്റ്റ് റിസൾട്ട് വന്നിട്ടില്ല എന്നാണ് ഇന്നലെ വരെ. ഇന്ന് പുതുതായിട്ട് വന്നോ എന്ന് എനിക്കറിയില്ല. അതെ, അല്ല അത് കേസിൻ്റെ മറ്റുള്ള കാര്യങ്ങളാണ്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറയുന്ന പോയിന്റ്, നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്കിതിൽ പ്രവർത്തിക്കാനില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 2-3 അടിയന്തര പ്രമേയം വന്ന് നമ്മളിത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യുന്നു, എന്ത് പദ്ധതിയാണ് കഴിഞ്ഞ തവണ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിൽ നിന്ന് ഇത്രയും ദിവസം കഴിഞ്ഞല്ലോ, എന്ത് പദ്ധതിയാണ് ഗവൺമെൻറ് ഇതുവരെ നടപ്പിലാക്കിയത്? ഞാൻ പറയുന്നത്, വിമുക്തി എന്ന് പറയുന്ന ഗവൺമെൻറ് സംവിധാനത്തിന് വണ്ടി പോകാൻ ഡീസൽ അടിക്കാൻ കാശില്ലെന്നാണ് പറയുന്നത്. അവിടെ കോർഡിനേറ്റർമാരെ വെക്കുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള നിസ്സംഗത ഇക്കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമതൊരു കാര്യം ഞാൻ പറയട്ടെ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അധികാരം. ഭരണകൂടം ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് സംരക്ഷണം നൽകാൻ പാടില്ല. ഇവിടെ നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയമാണ് പറയുന്നതെന്ന് മിസ്റ്റർ ജയരാജ് പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, കണക്കെടുക്കലല്ല അതിൽ ഞാൻ വളരെ വ്യക്തമായി പറയാം. അത് കേരള വിദ്യാർത്ഥി യൂണിയനിലാണെങ്കിലും യൂത്ത് കോൺഗ്രസിലാണെങ്കിലും അത്തരത്തിലൊരു കാര്യം ചെയ്താൽ, ഏതെങ്കിലും തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി ചെയ്താൽ ഒരു കാരണവശാലും ഈ സംഘടനയിൽ ഞങ്ങൾ വെച്ച് പുലർത്തില്ല. ഞങ്ങൾ അതിന് സംരക്ഷണം നൽകില്ല. ഞങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് വാദിപ്പിക്കാൻ നിൽക്കില്ല. അവർക്ക് വേണ്ടി വക്കീലന്മാരെ പാർട്ടി മറ്റേ ഖജനാവിൽ നിന്ന് പണമെടുത്ത് അതിന് പിന്തുണ കൊടുക്കാൻ നിൽക്കില്ല. ഈ ഞാൻ പറയുന്നത്, ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇപ്പോൾ സംഭവിച്ച ആ 10ാം ക്ലാസ്സുകാരനെ കൊന്ന കേസിൽ പോലും TP ചന്ദ്രശേഖരൻ വധമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രതിയോട് ഒരുമിച്ച് നിൽക്കുന്നത് ഇപ്പോൾ ഈ പ്രതിപട്ടികയിൽ വന്ന ആ നഞ്ചക്കെന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ച ആ പ്രധാന പ്രതിയുടെ പിതാവ് അതിന് പിന്തുണ കൊടുത്തു. ആ പിതാവും TP ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള തെളിവുകൾ പുറത്തു വരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ജയിലുകളിൽ എന്താണ് നടക്കുന്നത്? മൊബൈൽ ഫോണും ഡ്രഗ്സും കഞ്ചാവും മദ്യപാനവും ഈ പ്രതികൾക്ക് കൊടുക്കുകയാണ്. പാർട്ടി സംരക്ഷണം നൽകുകയാണ്. അപ്പോൾ ഒരു ഭരണകൂടം സംരക്ഷണം നൽകുന്നു എന്നുള്ള ധൈര്യം കൊണ്ടല്ലേ അർഷോയെ പോലുള്ള ഒരു SFI പ്രസിഡന്റ് ഒരു ASFകാരിയെ ചാടി ചവിട്ടിയിട്ട് വേണ്ടാധീനം പറഞ്ഞത്? അതെനിക്ക് ചാനലിലൂടെ പറയാൻ പോലും പറ്റില്ല. ഒരു സ്ത്രീക്ക് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചത്
എന്നിട്ട് സംരക്ഷിച്ചില്ലേ? ഇപ്പോഴും ആ മാന്യദേഹം SFIയുടെ പ്രസിഡന്റ് തന്നെയാണല്ലോ. അതുപോലുള്ള സംഭവങ്ങൾക്ക് എന്തിനാണ് ഈ ഭരണകൂടം സംരക്ഷണം നൽകുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഇന്ന് നടക്കുന്ന കൊലപാതക ശ്രമങ്ങൾ ആണെങ്കിലും കൊലപാതകമാണെങ്കിലും ഇതുപോലുള്ള ആക്ടിവിറ്റികളിലൊക്കെ ബന്ധപ്പെടുന്നതിൻ്റെ ഒരറ്റത്ത് ചെന്ന് നോക്കുമ്പോൾ ഭരണകൂടവുമായി ബന്ധമുള്ള CPMുമായി ബന്ധമുള്ള ആരെങ്കിലും ഒരാൾ ഉണ്ടാകുന്നു. അവരോട് എന്ത് മാതൃകാപരമായ നയമാണ് ഈ പാർട്ടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത്. ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്നവർ, ഇത്തരം ആളുകൾക്ക് സംരക്ഷണം കൊടുത്തുകൂടാ എന്നൊരു തീരുമാനമെടുക്കണം. ഞാൻ മദ്യപിക്കില്ല എന്നല്ല ഗോവിന്ദ മാഷ് പറയേണ്ടത്. എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകൾ, SFI പോലെ പ്രവർത്തിക്കുന്ന ആളുകൾ പോലീസിനെ കയറി തല്ലുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇന്നലെ ഒരു പെൺകുട്ടി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ആ കുട്ടി ബാക്കിയുള്ള SFIക്കാർ ഉൾപ്പെടെ ഉള്ളവർക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുക. കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടുന്ന മുദ്രാവാക്യം. ആരിത് പറയുന്നറിയാമോ? SFI പറയുന്നു. ഇതിന് എന്ത് മാതൃകാപരമായ ശിക്ഷയാണ് ഈ ഭരണകൂടം കൊടുക്കാൻ പോകുന്നത്? ഇത്തരത്തിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ? ഇത്തരത്തിൽ അക്രമം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടുന്നുണ്ടോ? ഞാൻ പറയുന്നത് എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും അക്രമം നടത്തുന്നവരോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പെരുമാറുന്നവരോ ലഹരി ഉപയോഗിക്കുന്നവരോ ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനെ നേതൃത്വം അംഗീകരിച്ചു നമുക്ക് മറുപടി കൂടി കേൾക്കേണ്ടതുണ്ട്. ആർഷോ അല്ല ഇപ്പം SFIയുടെ സംസ്ഥാന സെക്രട്ടറി. അതുകൂടി ശ്രീ B. ജയരാജ്, നിങ്ങളുടെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ചില കണക്കുകൾ പുറത്തേക്കൊക്കെ തന്നിരുന്നു. 37, അതായത് കേരളത്തിൽ സ്ഥാനത്തല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കേരളത്തിൽ പാർട്ടിക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാനായി 37,517 അംഗങ്ങളുടെ വർധനയുണ്ടായി. 38,426 പാർട്ടി ബ്രാഞ്ചുകൾ കേരളത്തിലുണ്ട്. 3,247 ബ്രാഞ്ചുകൾ വർദ്ധിച്ചു. 2,774 ലോക്കൽ കമ്മിറ്റി. ഇത് പുതിയ കണക്കാണ്, സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി വന്ന കണക്കുകളാണ്. പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്നു. ശരി, അപ്പം എങ്ങനെയാണ് ഇത് നിങ്ങൾ പറയുന്നത്? പാർട്ടിയിൽ ഒരു തരത്തിലും കുടിക്കാത്ത, മദ്യപിക്കുന്ന ഒരാളും ഇല്ല എന്ന് പാർട്ടി സെക്രട്ടറി എങ്ങനെയാണ് ആത്മവിശ്വാസത്തോടു കൂടി പറയുക? അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളുകൾ പാർട്ടിയിൽ അവരെ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കണക്കുകളുമായി ഒരു തരത്തിലും അത് പൊരുത്തപ്പെടില്ലല്ലോ. തീർച്ചയായും അങ്ങനെ ഉറപ്പിച്ച് ആർക്കും പറയാൻ പറ്റില്ല. കാര്യം അത്തരം വാദഗതികൾ ഉണ്ടെങ്കിൽ അതിനെ ഞാൻ ന്യായീകരിക്കുന്നുമില്ല. കാര്യം അത് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സംവിധാനമൊന്നുമല്ല. ഈവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ തന്നെ അവരുടെ ഹെയർ എടുത്ത് വെച്ചിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ ദീപ്തി മേരി സൂചിപ്പിച്ചതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ് ഒക്കെ ഇവിടെ ഉണ്ട്. മാനവീയം റോഡിലടക്കം ഈ ഡ്രഗ് ഉപയോഗിച്ചാൽ 48 മണിക്കൂറിനകത്ത് വെച്ച് ഡിറ്റക്ട് ചെയ്യുന്ന, 48 മണിക്കൂറിന് മുമ്പ് ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നടത്താറുണ്ട്. പക്ഷെ ചില ലാബ് ടെസ്റ്റുകളിൽ കേന്ദ്രത്തിന്റെ ചില പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ച് ചില പ്രത്യേക സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് ഹൈദരാബാദിലേക്ക് പോയി അയച്ചു കൊടുത്താൽ മാത്രമേ അതിന് നമുക്ക് നിയമാനുസരണം അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിപ്പം നിപ്പയുടെ വൈറസിന്റെ കാര്യമാണെങ്കിലും ശരി, കോവിഡ് വൈറസിന്റെ കാര്യമാണെങ്കിലും ശരി, ഹൈദരാബാദിൽ ലാബാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. മെഡിക്കൽ പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെയാണ്. അല്ലാതെ നമ്മുടെ കയ്യിൽ എക്യുപ്മെന്റ് ഇല്ലാത്തതുകൊണ്ടല്ല. പിന്നെ വിമുക്തിക്ക് പെട്രോൾ അടിക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല. കാരണം പോലീസുകാരാണ് വിമുക്തിയിലോട്ട് ഡീസൽ അടിച്ച് കൊണ്ടുപോകുന്നത്. പോലീസിന് ഡീസൽ അടിക്കാൻ പണമില്ല എന്നൊക്കെ പറയുന്നത് ഒരു പഴങ്കഥയാണ്. ഇപ്പോഴൊന്നും ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഈ അടുത്ത സമയത്തൊന്നും. പിന്നീട് മൂന്നാമതായിട്ട് പറയാനുള്ളത്, ഒരു യുവതിയെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം കവർന്നെടുത്തിട്ട് അവരെ വീട്ടിന് മുമ്പിൽ കുഴിച്ചുമൂടിയത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. അതുപോലെ തന്നെ KPCC ഓഫീസ് തൂത്തുടയ്ക്കാൻ വരുന്ന രാധ എന്ന് പറഞ്ഞ സ്ത്രീ കുളത്തിന്റെ ഇവർക്കൊക്കെ എന്ത് നടപടി വക്കീലന്മാരെ വെച്ച് വാദിച്ചില്ലേ? കുഴൽനാടനാണോ വാദിക്കുന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ആർക്കൊക്കെ വേണ്ടി കുഴൽനാടന്മാർ ജാമ്യം എടുക്കുന്നെന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. നിങ്ങളുടെ എന്താ ഉള്ളത്? അങ്ങനെ വാദിക്കുന്നില്ല എന്നൊന്നും പറയണ്ട. ഇപ്പൊ ഇന്നലെ നടന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ജോഡോ യാത്രയിൽ പങ്കെടുത്ത ഹരിയാനയിലുള്ള യുവതി, സുന്ദരിയായ യുവതിയാണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകയാണ് കൊന്നുകൊഴിച്ചു മൂടിയത്. തണ്ടൂര് അടുപ്പിൽ വെച്ച് നൈന സാനി ആരും മറന്നിട്ടില്ലല്ലോ. ആനന്ദ് ശർമ്മ എന്ന് പറഞ്ഞ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിനെ പറയുള്ളൂ. കോൺഗ്രസ് എന്താണ് ബന്ധം ശ്രീ ജയരാജ്? അവരുടെ സെക്രട്ടറിയാണ് പിടിയിലായി. അതിൽ BJP എന്താണ് ബന്ധം ശ്രീ ജയരാജ്? എന്തെങ്കിലും പറയാമെന്നാണോ? നമ്മുടെ വിഷയം എന്താണ് ശ്രീ ജയരാജ്? ഇപ്പൊ താങ്കൾ ഇന്നലെ കഴിഞ്ഞ അതിൽ കോൺഗ്രസിന് എന്താണ് ബന്ധം? പ്രതി കോൺഗ്രസ് ആണോ? സുഹൃത്ത് കോൺഗ്രസ് ആണോ എന്ന് പണ്ട് മുട്ടത്തുവർക്കി പറഞ്ഞത് കണക്കോലെ പറയേണ്ടി വരും. അവർ വെള്ളയടിച്ച് ശവമാടങ്ങളായി നടക്കുന്നവരാണ്. അവരെ ഉള്ളു കയറി പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിക്കാരെയും സ്വന്തം ബന്ധുക്കളെയും സ്വന്തം ജനങ്ങളെയും പൊതുജനങ്ങളെയും കൊന്നു തള്ളിയതിന്റെ ചരിത്രം നമുക്ക് ഓരോന്നോരോന്ന് ഈ സ്കെൽട്ടൻ തുറന്ന് പുറത്തേക്ക് ഇടേണ്ടി വരും. അതുകൊണ്ട് അത്തരം രീതിയിലുള്ള സംഭാഷണമൊന്നും വേണ്ട.
പിന്നെ ഈ ഒരു ഡ്രഗിനെതിരെയുള്ള ഒരു പോരാട്ടം ലോകം മുഴുവൻ നടക്കുകയാണ്. ഇതിന് ഫുൾ പ്രൂഫ് ആയിട്ട് ഒരു പരിഹാരമില്ല. അത് മനഃശാസ്ത്രജ്ഞരും മനോരോഗ വിദഗ്ധരും ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ ശ്രീ ജയരാജ്, താങ്കൾ ഇപ്പം കോൺഗ്രസ് പ്രവർത്തകയുടെ കൊലപാതകത്തെ ശ്രീ ജയരാജ് ഒന്ന് കേൾക്കൂ, ദയവ് ചെയ്തൊന്ന് കേൾക്കൂ. ശ്രീ ജയരാജ് ദയവ് ചെയ്തൊന്ന് കേൾക്കൂ, എന്തെങ്കിലും പറഞ്ഞു പോകാമെന്നല്ലോ. ശ്രീ ജയരാജ്, താങ്കൾ ഇപ്പം കോൺഗ്രസ് പ്രവർത്തകയുടെ കൊലപാതകം ഇവിടെ സൂചിപ്പിച്ചു. അതിന് കോൺഗ്രസിന് എന്താണ് അതിൽ പങ്ക്? എന്താണ് കോൺഗ്രസിന്റെ പങ്ക്? കാര്യം എന്താണ്? ഏതാണ്? രാധയുടെ കൊലപാതകമാണോ അതോ ഹരിയാനയിലെ കൊലപാതകത്തിന്റെ കാര്യമാണോ? ഏത് കൊലപാതകത്തിന്റെ കാര്യമാണ്? കോൺഗ്രസ് പ്രവർത്തകയെ കൊന്ന് പെട്ടിയിലാക്കിയ കാര്യം, ആ വാർത്ത പറഞ്ഞല്ലോ. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമില്ല. അതിൽ എന്തിനാണ് ഇപ്പൊ അതിവിടെ സൂചിപ്പിച്ചത് എനിക്ക് മനസ്സിലായില്ല. അത് സൂചിപ്പിച്ചത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഏത് ക്രൈം നടന്നാലും അതിന്റെ പിന്നിൽ ചെകഞ്ഞു ചെല്ലുമ്പോൾ അവിടെ CPM-കാരുണ്ടാകും എന്നുള്ളതിന് മറുപടിയായിട്ട് ദീപ്തി മേരി വർഗീസിന് ഞാൻ മറുപടി കൊടുത്തതാണ്. അതിലെ നിങ്ങൾ അതിൽ ചെകഞ്ഞു പോയിട്ട് നിങ്ങൾ കോൺഗ്രസ്സുകാരെ കണ്ടെത്തിയോ? അതിന് പിടിയിലായിട്ടുള്ളത് അതിൽ ഒരു രാഷ്ട്രീയ ബന്ധവും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. എന്തെങ്കിലും പറയാമെന്നാണോ ശ്രീ ജയരാജ്? അനുവദിക്കില്ല. എല്ലാ SFI-കാരാണ് പ്രതികള്. SFI-കാർ ആരെയോ ചവിട്ടി എന്തോ പറഞ്ഞെന്നോ AS-കാരനെ പറഞ്ഞെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ആർഷയ്ക്കെതിരെയുള്ള വിവാദങ്ങൾ ഉന്നയിച്ചു. അതുകൊണ്ടാണ് അതിനൊന്നും പ്രൂഫില്ലാത്ത കാര്യങ്ങളാണ് ജീവിക്കുന്നത്. ഞാൻ വാസ്തവരഹിതമായിട്ടുള്ള ഒരു മിനിറ്റ്, ഞാൻ വാസ്തവരഹിതമായിട്ടുള്ള ഒരു കാര്യവും പറഞ്ഞില്ല. അർഷോ AISF വനിതയോട് എന്താണ് പറഞ്ഞതെന്ന് താങ്കൾക്ക് അറിയത്തില്ലേ? അല്ല, നിങ്ങൾ പറയുന്ന മുഴുവൻ വാസ്തവരഹിതമായിട്ടുള്ള കാര്യങ്ങളാ. നിങ്ങൾ വെറുതെ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവും ഇല്ലാത്ത കാര്യത്തിന് നിങ്ങൾ ഹരിയാനയിലെയും ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കേരളത്തിലെ കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഈ ലഹരി വ്യാപനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ അടിസ്ഥാനരഹിതമായ വിഷയങ്ങൾ എടുത്തിട്ട് ഈ ചർച്ച ഇല്ലാതാക്കണമെന്നുള്ളതല്ലേ? ഇവിടെ എന്തിനാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്? ഈ ചർച്ച ചെയ്യുന്നതിന്റെ കാരണം ഇന്ന് കേരള സമൂഹം മുഴുവൻ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുക. താങ്കൾ ഏത് ലോകത്താ ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിനകത്ത് പലതരത്തിലുള്ള ഇടപെടലുണ്ട്. സമൂഹത്തിന്റെ ഇടപെടലുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുണ്ട്, ചികിത്സാ വിദഗ്ധരുടെ ഇടപെടലുകളുണ്ട്. അതിനൊരു പ്രോഗ്രാമോ ഒരു കസ്റ്റമൈഡ് പ്രോഗ്രാം ഒന്നും നമുക്കത് ടൈലേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് വേണ്ടുന്നത്. അത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അത് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിന്റെ വ്യാപനം വന്നതെന്നും കേരളത്തിലെ കുട്ടികൾ മുഴുവൻ ലഹരിക്ക് അടിമയായി മാറും. ഇതൊക്കെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ നമ്മൾ എടുത്തു ചാടി മെനഞ്ഞാന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് അതിന് സൊല്യൂഷൻ കണ്ടെത്താനെന്നൊന്നും ലോകത്ത് ഒരു സ്ഥലത്തും അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ദീപ്തി മേരി വർഗീസ് ഇടതുപക്ഷം പ്രതിപക്ഷം സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സപ്പോർട്ട് പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്നുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ശ്രീ ജയരാജ്, ഹിമാനി നർവാളിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൊലപാതകം ചർച്ചയിൽ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം പോലുമില്ല ശ്രീ ജയരാജിന്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് എന്തും പറഞ്ഞു പോകാമെന്നാണ് ശ്രീ ജയരാജ്. നേരത്തെ ഹിമാനി നർവാളിന്റെ കൊലപാതകം ഇവിടെ സൂചിപ്പിച്ചു. അതിന് കോൺഗ്രസിന്റെ ആർക്കെങ്കിലും എന്താണ് പങ്ക്? ആ തുടച്ചു നീക്കണം എന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നിന്നേ പറ്റൂ. അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് ആരോപണ പ്രത്യാരോപണം കൊണ്ട് നമ്മൾ എവിടെയും എത്തില്ല. ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് എവിടെ എത്തില്ലെന്ന് ആരാണ് പറയുന്നത് ശ്രീ ജയരാജ്? താങ്കൾ ഇപ്പോൾ എന്താണ് പറഞ്ഞത്? ഹിമാനി നർവാളിന്റെ കൊലപാതകത്തിൽ ആർക്കാണ് പങ്ക്? അവരുടെ സുഹൃത്തിനാണ് പങ്ക്. അവർ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ പ്രശ്നമാണ്. ഒരു മൊബൈൽ ഫോൺ കടയിലെ ജീവനക്കാരനാണ്. ആ മൊബൈൽ ഫോണിന്റെ ചാർജർ ഉപയോഗിച്ചാണ് ആ കോൺഗ്രസ് പ്രവർത്തകയെ കൊന്നത്. അതിൽ കോൺഗ്രസിന് എന്താണ് പങ്ക്? എന്തിനാണ് ഈ ചർച്ചയിൽ ഇപ്പോൾ അതിവിടെ ഉന്നയിക്കേണ്ട കാര്യം? അത് തെളിഞ്ഞു വരട്ടെ. ആ കേസ് മുഴുവൻ തെളിഞ്ഞു വരട്ടെ. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത് ശ്രീ ജയരാജ്? ഏത് എന്തെങ്കിലും പറഞ്ഞു അത് തെളിഞ്ഞു വരട്ടെ എന്ന് പറയുകയാണ്. പിന്നെ ചോദിക്കുമ്പോ അപ്പം ഈ നൈന സാനിയെ തണ്ടൂരി അടുപ്പിലിട്ട് ചുട്ടുവന്നത് തെളിഞ്ഞില്ലേ? എന്തുകൊണ്ട് ഇവിടുത്തെ ഉഷയുടെ KPCC ഓഫീസിൽ ചാക്കിൽ കെട്ടി വെച്ച ഉഷയുടെ കേസ് എന്ന് പറയുന്നില്ല? ഞാൻ ഹരിയാന പറഞ്ഞതാണ് കുഴപ്പമെങ്കിൽ. അപ്പം എന്തൊക്കെയാ പറയുന്നത്? ആരാ ഉഷ? നിങ്ങൾ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? ഇവിടെ കോൺഗ്രസിന്റെ ഒരു നേതാവും ഒരു ക്രിമിനലിനെയും സംരക്ഷിച്ചിട്ടില്ല ഈ കാലം അത്രയും. നിങ്ങൾ സംരക്ഷിച്ച പോലെ ഒരാളെയും സംരക്ഷിച്ചിട്ടില്ല. നിഖിൽ പൈലയുടെ തോളി കേട്ടുകൊണ്ട് നടന്നത് അത് കേരള സമൂഹം കണ്ടതാണ്. ഇത് ഞങ്ങളുടെ പയ്യനാണ് എന്ന് പറഞ്ഞത് K. സുധാകരനാണ്. KPCC പ്രസിഡന്റ് ആണ്, വേറെ ആരുമല്ല.
ഏതെങ്കിലും അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു സംഭവം വാസ്തവത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സത്യസന്ധമായി പറയാൻ പറ്റുമോ? നിങ്ങൾ വെറുതെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയോ എന്ന് പറയുകയാണ്. ഇവിടെ ലഹരി എങ്ങനെ തടയാം എന്നുള്ളതാണ് ചർച്ച. അത് തടയാനുള്ള യാതൊരു കാര്യങ്ങളും പദ്ധതികളും ഈ ഗവൺമെന്റിന്റെ കയ്യിലില്ല. ഈ കഴിഞ്ഞ നിങ്ങൾ അടിയന്തര പ്രമേയത്തെ പറ്റി പറഞ്ഞല്ലോ. അടിയന്തര പ്രമേയം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അടിയന്തര പ്രമേയം കഴിഞ്ഞാൽ എത്ര അടിയന്തര പ്രമേയം കൊണ്ടുവരണോ ഇതിന് പരിഹാരം കാണാൻ? ഇത്രയും അധികം ക്രിമിനൽ കേസുകൾ ഈ കേരളത്തിൽ നടക്കുമ്പോൾ, ഇത്രയും അധികം കുഞ്ഞുങ്ങൾ പരസ്പരം തല്ലുമ്പോൾ അതിന് പരിഹാരം കാണുന്നതിന് അടിയന്തര പ്രമേയം വരുന്നതിന് മുൻപ് തന്നെ ഈ ഗവൺമെന്റ് ആക്ഷൻ എടുക്കണമായിരുന്നു. അതിനു പകരം ഒന്നും ചെയ്യാതിരുന്നിട്ട് ഇവിടെയുള്ള പദ്ധതികൾ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും നിങ്ങൾ ആലോചിക്കണം. ഈ വിമുക്തി പദ്ധതിക്ക് പ്രഖ്യാപിച്ച കോടിക്കണക്കിന് രൂപയിൽ 1/4 പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചിരിക്കുന്നത്. അതിന്റെ കണക്കുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അപ്പോൾ ഇത്തരം പദ്ധതികൾ ഉണ്ടാക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം ഈ ഗവൺമെന്റിന് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു പരിഹാരവും ഉണ്ടാകാതെ പോകുന്നത്. ലഹരി വ്യാപനം സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്നുണ്ട്. ഇവിടെ ലഹരി കടത്ത് നടക്കുന്നുണ്ട്. അതിൽ പിടിക്കപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് ശരിയായ രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം. അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി സജ്ജരാക്കണം. ഇവിടെ ADGP ശ്രീ മനോജ് എബ്രഹാം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, 64 ദിവസത്തിൽ 70 കൊലപാതകങ്ങൾ നടന്നതിൽ 90% കൊലപാതകം നടന്നിരിക്കുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ടാണ്. ലഹരി ഉപയോഗിക്കുന്നവരാണ് അതിൻ്റെ പ്രതിപട്ടികയിലുള്ളത്. അപ്പോൾ അത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഇതിന് പ്രതിവിധി എന്നുള്ളതിൻ്റെ കയ്യിൽ സർക്കാരിൻ്റെ കയ്യിൽ മറുപടിയില്ല. അതിന് പ്രതിവിധി വേണമെന്നാണ് കഴിഞ്ഞ 3 അടിയന്തര പ്രമേയത്തിലും നിരന്തരമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞത്. പ്രതിപക്ഷം കൂടെ നിന്നുകൊണ്ട് ഇന്ന് കേരളത്തിൽ നടത്തുന്ന ഈ വലിയ കെടുതിക്ക് പരിഹാരം കാണാൻ ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അത് പറയുമ്പോൾ താങ്കൾ ഒരു എവിഡൻസും ഇല്ലാത്ത എവിടെയൊക്കെയോ നടന്ന ഏതൊക്കെയോ സ്റ്റേറ്റിൽ നടന്ന കേസുകളല്ല അതിന് മറുപടിയായിട്ട് പറയേണ്ടത്. നിങ്ങൾക്ക് തെറ്റ് ചെയ്യുന്ന, ലഹരി ഉപയോഗിച്ചുകൊണ്ട്, മദ്യം ഉപയോഗിച്ചുകൊണ്ട് കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്ന പാർട്ടി സഖാക്കന്മാർ ഉൾപ്പെടെ ഉള്ളവരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുന്നുണ്ടോ? അത് കഴിയാതെ ഞാൻ മദ്യപിക്കില്ല എന്ന് ഒരു പാർട്ടി സെക്രട്ടറി വിളിച്ചു പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ജയരാജ്? ശ്രീ ജയരാജ് വളരെ പെട്ടെന്ന് മറുപടി, നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ശ്രീ ജയരാജ് പറഞ്ഞോളൂ. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. വളരെയധികം നന്ദി ശ്രീ ദീപ്തി മേരി വർഗീസ്, ഡോക്ടർ B ജയരാജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.